അപ്പൊ ഈ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് വരാൻ പോകുന്ന പ്രവർത്തകരെ ബ്ലോക്ക് ചെയ്യുന്ന നടപടി ഉണ്ടായല്ലേ? നല്ലോണം വിളിച്ച് അവരെ പേടിപ്പിക്കുക. ഏത് കാലത്ത് അവരൊക്കെ ജീവിക്കണമെന്ന് ആലോചിക്കണം. ഏത് കാലത്താണ് ഇവർ ജീവിക്കണതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം ആൾക്കാരെ പേടിപ്പിക്കുക, പിന്നെ എന്താ അങ്ങനെ ചെയ്യും, ഇങ്ങനെ പേടിക്കേണ്ടവരെ പേടിക്കും, പിന്നെ അല്ലാണ്ട് സാമ്പത്തികം കൊടുക്കുന്നവർക്ക് സാമ്പത്തികം കൊടുക്കുക. അപ്പൊ ഇവർക്ക് പൈസ ഇല്ല ട്രെയിനിന് പോകാന്നൊക്കെയല്ലേ പറയുന്നത് കേട്ടിരുന്നത്. എവിടെ നിന്ന് എടുത്ത് കൊടുത്തേ? ഈ പറഞ്ഞവരെന്നെ വരും എൻ്റെ കൂടെ. ഞാൻ അവർക്ക് കൊടുക്കുന്ന പൈസ ഇതൊന്നുമല്ല, എൻ്റെ സ്നേഹ കൊടുത്തിട്ടില്ല. ആ സ്നേഹം അവർ തിരിച്ചറിഞ്ഞ് അവർ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും എൻ്റെ അടുത്തെത്തും. ആര് തടഞ്ഞാലെത്തും. ഈ മെമ്പർഷിപ്പ് വിതരണം മുരളി മന്ദിരത്തിൽ വേണമെന്നും അതും സ്മൃതി മണ്ഡലത്തോട് ചേർന്ന് അതിനൊരു രാഷ്ട്രീയമായിട്ട് ഞാനതാ നിങ്ങളോടൊക്കെ ചോദിച്ചത്. എൻ്റെ പിതാവ് മാർക്സിസ്റ്റ് പാർട്ടിയായി ചേർന്ന് അദ്ദേഹം പാർട്ടി വിട്ടു പോയപ്പോൾ ആർക്കും ഈ ചോദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ? എൻ്റെ പിതാവിൻ്റെ വിഷമം കണ്ട ആള് ഞാനാ. ഇതെൻ്റെ പിതാവ് എനിക്ക് എഴുതി തന്ന വീടാണ്. കാരണം എൻ്റെ സഹോദരന് തിരുവനന്തപുരത്തെ വീട്, ഈ വീട് എനിക്കും എഴുതി തന്നു. 2 വീടേ ഉള്ളൂ പാവത്തിന്. അതിലൊന്ന് ചേട്ടനും കൊടുത്തു, മറ്റേ ഒന്ന് എനിക്കും തന്നു. അപ്പം എന്നിട്ടും എൻ്റെ മര്യാദ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചേട്ടൻ ഇവിടെ നിന്നോട്ടെ. കാരണം ഞാൻ അത് മാറ്റാനോ പിടിക്കാനോ ഞാൻ പോയിട്ടില്ല. ഞങ്ങൾക്ക് 2 പേർക്കും തുല്യാവകാശമായിട്ട് ഇതൊന്നും വിൽക്കാനൊന്നും പോണില്ല. ഞാൻ ഒരിക്കലും ഞാനിത് വീട് വിൽക്കില്ല. അദ്ദേഹം വന്നോട്ടെ, ഞാനും വരും. എൻ്റെ അച്ഛനെ സ്നേഹിക്കുന്നവരും വരും. ഇറങ്ങിയല്ലോ, ഇന്നലെ ഇരിഞ്ഞാലക്കൂടെ ഇരുന്നേനെ. തീർച്ചയായിട്ടും എന്നെ കുത്തി അതേ ആൾക്കാരെ കൂടെ നടക്കണതേ. അപ്പൊ പിന്നെ അതിൽ ചോദ്യത്തിന്റെ ആവശ്യമില്ലല്ലോ. എനിക്ക് അദ്ദേഹം വന്നിറങ്ങിയപ്പോ 2 പേരും അപ്പുറം ഇപ്പുറം നിൽക്കുന്ന കണ്ടപ്പോ എന്റെ ബോധം പോയി. എനിക്കറിയാം ഇത് എവിടെ നിന്നാ ഇനി അടുത്ത് കുത്തു വരാൻ പോണത്. പത്തനംതിട്ടയില് അനിലാന്റണി ജയിക്കരുതെന്നാണ് ആഗ്രഹം. അത് അദ്ദേഹത്തിനോട് ചോദിക്കണം. കാരണം നമ്മളെന്തൊക്കെ പറഞ്ഞാലും മക്കള് തോക്കണം എന്ന് ഒരച്ഛനും ആഗ്രഹിക്കില്ല. അത് ഏത് പാർട്ടിയായാലും. എൻ്റെ അനുഭവം അതാണ്.